മറ്റൊരു ജില്ല രൂപീകരിക്കുമ്പോഴും ഉണ്ടാകാത്ത എതിർപ്പാണ് മലപ്പുറം ജില്ല രൂപീകരിക്കുമ്പോഴുണ്ടായത്. ബിജെപിയുടെ ആദ്യ രൂപമായ ജനസംഘവും കോൺഗ്രസും ജില്ലയ്ക്കെതിരെ പ്രത്യക്ഷ സമരവുമായി വന്നു. ആര്യാടൻ മുഹമ്മദ് ആകട്ടെ മലപ്പുറം കുട്ടി പാകിസ്ഥാനാകുമെന്ന് പറഞ്ഞ് ഉപവാസ സമരവും നടത്തി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മുസ്ലിം ലീഗും മലപ്പുറം ജില്ലക്കായി വാദിക്കുമ്പോൾ തന്നെ എതിർ പ്രചാരണം ശക്തമായിരുന്നു. ജനസംഘവും കെ കേളപ്പന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസും എതിർപ്പുമായി തെരുവിലിറങ്ങി. മലപ്പുറം ജില്ല രൂപീകരിച്ചാൽ അത് കുട്ടിപ്പാകിസ്ഥാനാകുമെന്നായിരുന്നു പ്രചാരണം. അന്നത്തെ കോഴിക്കോട് DCC സെക്രട്ടറിയായിരുന്ന ആര്യാടൻ മുഹമ്മദ് ജില്ലാ രൂപീകരണത്തിനെതിരെ ഉപവസിച്ചു. ജില്ല പ്രഖ്യാപിച്ച ദിനത്തിൽ കെ കേളപ്പനും കൂട്ടരും പ്രതിഷേധ ജാഥ നടത്തി. ഉത്തരേന്ത്യയിൽ നിന്നുൾപ്പെടെ നേതാക്കളെ എത്തിച്ചായിരുന്നു ജനസംഘത്തിന്റെ പ്രതിഷേധം. മലപ്പുറം ജില്ല ഞങ്ങൾക്ക് വേണ്ടാറുണ്ട്. കുട്ടികൾ ഇങ്ങനെ കൂവിയാർത്ത് മുതിർന്നവരുണ്ട് ജാഥയുടെ മുൻപിലൊക്കെ. മലപ്പുറം ജില്ലയുടെ 50ാം ആണ്ട് CPM-ഉം മുസ്ലിം ലീഗുമൊക്കെ ഗംഭീരമായി തന്നെ ആഘോഷിക്കുമ്പോഴും കോൺഗ്രസ് നിശബ്ദമാണ്. ജില്ലയ്ക്കെതിരെ സമരം ചെയ്ത ആര്യാടൻ മുഹമ്മദ് നേതാവായി നിൽക്കുമ്പോൾ എങ്ങനെ ആഘോഷിക്കുമെന്നതാണ് കോൺഗ്രസിനെ കുഴക്കുന്ന വൈരുദ്ധ്യം. ഹിന്ദുത്വവാദികൾ മുതൽ ഗാന്ധിയന്മാർ വരെയുള്ളവരുടെ മുൻവിധികളെ അസ്ഥാനത്താക്കിയാണ് മലപ്പുറം 50 ആണ്ട് കടക്കുന്നത്. MK ഷുക്കൂർ, മീഡിയ 1, മലപ്പുറം.